ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിന് ഞാൻ നിറവോടെ കൊടുക്കാൻ പോകുന്ന ഒരു കറി എന്ന് വെച്ചാൽ ഒരു ഫ്രൈഡ് ചിക്കൻ കറിയാണ്. ബേസിക്കലി എന്നാന്നോ, ഞാനൊരു കാര്യം പറയാം, ചിക്കൻ കറിയോ മീനോ എന്നതാണേലും നമ്മളൊന്ന് വറുത്തേച്ച് വെക്കുവാന്നേൽ ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടുവേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വേറെ എന്നാ ഇന്ന സാധനം കൊണ്ടുവന്നാലേ ഒക്കത്തുള്ളൂ, അല്ലെ ഇന്ന ഉണ്ടേലോ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും വിചാരിച്ചേക്കല്ല. നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ സൗകര്യം അനുസരിച്ച് എന്നാ ഉണ്ടോ അത് വെച്ചേച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കറികൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ എന്നാ നമുക്ക് ആ കറി ഉണ്ടാക്കാൻ, അതായത് ഏത് കറിയാ, ഫ്രൈഡ് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് നോക്കിക്കോ. ഫസ്റ്റ് നമുക്ക് ഒരു ഇച്ചിരി പച്ചമുളക, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയാ. ചെറിയ ഉള്ളി ഒന്നെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ടിടാം, അല്ലെന്നുണ്ടെങ്കിൽ കീറിയച്ചിടാം. പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു എന്നാ പറയുക, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ. പിന്നെ ഇത് ബോൺലെസ് ഒന്നുമല്ല, സാധാ കോഴി മുറിച്ചേക്കുക. ഒരു മുഴുത്ത ഒരു സവാള, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇത് ഉണ്ടാക്കേണ്ടത് സാധാരണ നമുക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി എന്ന് ഞാൻ പറയുവേല, ഒത്തിരി കറിവേപ്പില വേണം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. തുടക്കം തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് ഇറച്ചിയെ പിടിക്കാനുള്ളത് മാത്രം ഇട്ടേച്ചാൽ മതിയേ. ഒരു ഇച്ചിരി പെരിഞ്ജീരകപ്പൊടി, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്. എല്ലാം നമ്മൾ ഗ്രേവിയിൽ ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇറച്ചിയെ പിടിക്കാനും വേണ്ടിയിട്ടുള്ളതൊക്കെ ഇട്ടേക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഗ്രേവിക്കകത്ത് നമ്മൾ ഇതെല്ലാം ചേർക്കുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്തും എല്ലാം പിടിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാം ഇതിനകത്തൂടെ ചേർക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ഗ്രേവിക്കകത്തോട്ട് ചേർക്കാൻ. ഇത് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അധികം നേരെ ഇല്ലയെന്ന് തന്നെ വെച്ചോ, നേരെ ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി വേവിക്കാനായിട്ട് വെച്ചോ, അപ്പോൾ ഇച്ചിരിയും കൂടെ ആ ഇറച്ചിയെ പിടിക്കും. ഇത് രണ്ടിനും നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഡയറക്റ്റായിട്ട് അങ്ങ് ഇച്ചിരി വറക്കാൻ പോവുക. അല്ലാതെ ഇപ്പം എന്നാ എടുക്കാനാ അല്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുമോ? മാരിനേറ്റ് ചെയ്ത് വെക്കുവാന്നേൽ കുഴപ്പമില്ല, സമയം ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി തൈരൂടെ ഒഴിച്ചു. തൈരൂടെ ഒഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇറച്ചി ഒരു ഇച്ചിരി സോഫ്റ്റ് ആവും. അത് നല്ലതല്ലേ ഇറച്ചി സോഫ്റ്റ് ആവുന്നത്. അതല്ല ഒരു ദിവസം മുഴുവൻ വെക്കുമ്പോഴത്തെ കാര്യമാണ് വരുന്നത്. പെട്ടെന്നൊക്കെ ആന്നേലും ഇച്ചിരി തൈര് ഒഴിച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വെളിച്ചെണ്ണയൊന്നും നോക്കുകയല്ലെന്ന് വിചാരിച്ചു, നമ്മൾ ചില ഡോക്ടേഴ്സൊക്കെ പറയുകയല്ലേ, വെളിച്ചെണ്ണയൊന്നും അധികം ഉപയോഗിക്കരുതെന്ന് പറയും. അപ്പോൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി എണ്ണയൊന്ന് ചൂടാവണേ. ചൂടായതിനു ശേഷം നമുക്ക് ഈ ഇറച്ചി അങ്ങ് ഇട്ട് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് എന്നാ പറയുക, ചിക്കൻ ഫ്രൈ കൂട്ടങ്ങ് വറുത്തെടുക്കുകയല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ മാത്രമേ മതിയാവൂ. എപ്പോഴും ഉണ്ടല്ലോ ഇറച്ചി വറുത്തെടുക്കുന്ന എണ്ണയിൽ തന്നെ ഗ്രേവിയും തന്നെ ഉണ്ടാക്കുവാന്നേൽ അതിനങ്ങ് നല്ല ടേസ്റ്റാണേ. അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചാൽ പോലും എത്തുകയില്ല. ഒരു കാര്യം ചെയ്ത് ആദ്യം വറുത്തെടുത്തേച്ച് നെക്സ്റ്റ് ഇടാം. ഇനിയിപ്പോൾ ഇതൊരു ഷാലോ ഫ്രൈ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഷാലോ ഫ്രൈ മതിയേ. എന്നാന്നോ, ഒരു ചിലർക്ക് ആന്നേൽ ഇച്ചിരി കൂടുതൽ വറക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് ആന്നേൽ അത്രയും ഇഷ്ടമല്ല. പക്ഷേ ഈ കറിക്ക് മിനിമം ഒരു ഷാലോ ഫ്രൈ മതി. ഇച്ചിരി മൊരി വന്നേൽ ഇച്ചിരി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, അല്ല കുറയത്തൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കറിയിൽ ഒരു ഇച്ചിരി നല്ലതായിട്ട് മൊരിയുന്നതാണ് ഇഷ്ടം.
പക്ഷേ ഞാൻ പറയുമല്ലേ, നമ്മളെപ്പോഴും എല്ലാവരെയും കണക്കിലെടുക്കണം. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി ഒരുപാട് മൊരിച്ചെടുക്കുവാന്നേൽ ചവയ്ക്കാനൊക്കെ ഒരു ഇച്ചിരി പാടായിരിക്കുമേ. അതുകൊണ്ട് ഒത്തിരി മൊരിക്കേണ്ട, ഒരു ഷാലോ ഫ്രൈ എടുക്കും. ഇനി ഇതേ എണ്ണയിൽ കടുക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടണ്ട. അതിന് പകരം എന്നാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി മുഴുവനോടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടായിട്ട് മുറിച്ചിടാം. പക്ഷേ നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ ചെറിയ ഉള്ളി അങ്ങനെ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇതിനകത്തോട്ട് എരിവ് കണക്കാക്കി ഇച്ചിരി പച്ചമുളക്, ഒരു 3 പച്ചമുളകൊക്കെ ആവാവേ. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ചിക്കൻ വറുത്ത സമയത്തുണ്ടല്ലോ ഞാനൊരു ഇച്ചിരി ഏറെ കറിവേപ്പില ഇട്ടായിരുന്നേ. എന്നാന്നറിയാം, ചിക്കനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയുടെ മണമൊക്കെ വരുന്നത് നല്ല രുചിയാണ്. ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഉള്ളി അങ്ങോട്ട് ഇടണം. ഏതാ സവാള ഒരെണ്ണം വലുത് നമ്മൾ അരിഞ്ഞു വച്ചില്ലേ നീളത്തിൽ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ചിക്കനകത്ത് ഉപ്പ് ഇട്ടായിരുന്നു, പക്ഷേ എന്നാലും എന്നാത്തിനാ ഇപ്പം ഈ ഉപ്പിട്ടെന്നറിയാമല്ലോ, നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാനായിട്ടാണ്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം വഴറ്റുന്ന സമയത്ത് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടാലുണ്ടല്ലോ ഒരു ഇച്ചിരി നല്ല മണമാണ്. ഇത് ഇച്ചിരി വാടി കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. എന്നാത്തിനാന്നറിയോ, അതും കൂടെ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടുവാന്നേൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഉള്ളിയുടെ കൂടെയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്നുകൂടി ആ ഇറച്ചിക്കകത്തോട്ട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി, ഒരു പ്രത്യേക. അതെന്നാന്നറിയോ, പ്രത്യേകം നമുക്ക് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണം തന്നെ വരുവേ. ആ മണം മണക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് ആവുന്ന സമയം നമുക്ക് ബാക്കി പൊടിയെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ഫസ്റ്റ് നമ്മൾ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്തു. പക്ഷെ എന്നാലും നമ്മുടെ ഗ്രേവിക്കും സെയിം സാധനം വേണം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി 4 കുഞ്ഞു സ്പൂൺ എടുത്തേക്കുന്ന അത് ഫുൾ ഇടണം. ഇത് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് അധികം എരിവ് കാണുകയില്ല, പക്ഷെ നിറം കാണും. പക്ഷെ എരിവ് എന്ന് പറയുന്നത് ആ ഒരു പച്ചമുളകിൻ്റെ എരിവായിരിക്കും കൂടുതൽ. ഇപ്പം ഇട്ടത് പെരിഞ്ജീരകമാണ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി. ഇതിനകത്ത് വേറെ പുളിയുടെ ഒരു കാര്യവും ഇല്ല, ഈ തക്കാളി മാത്രമേ ഉള്ളൂ. അഥവാ ഒരു ഇച്ചിരി തൈര് ചേർക്കുവാന്നേൽ തക്കാളി ഒരു ഇച്ചിരി കുറച്ചു. തക്കാളി ചേർക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി പഴുത്തതാന്നേൽ കുറച്ചുകൂടെ നല്ലതാണ്. പകുതി ഒരു ഇപ്പവും ചേർത്തേച്ച് പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഒരു പകുതിയും കൂടെ ചേർക്കുവാന്നേൽ ആ തക്കാളിയൊക്കെ ഇച്ചിരി കിടക്കുന്ന കാണാനൊക്കെ നല്ല ശേല. നമ്മൾ നേരത്തെ വറക്കുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഈ ചിക്കൻ കുറേയൊക്കെ അങ്ങ് വെന്തേച്ച് അതിങ്ങനെ ഷാലോ ഫ്രൈ ആയി വരുന്നത്. അപ്പോൾ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ അങ്ങ് ഊറി ആ എണ്ണയിലോട്ട് വരും. പക്ഷേ ഇപ്പം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ട. കാര്യം എന്നാന്നോ, നമ്മുടെ ഉള്ളിയിൽ നിന്നും ടൊമാറ്റോയിൽ നിന്നും ഒക്കെ നിറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വെന്തേച്ചാൽ മതി. പക്ഷേ നമ്മൾ പകുതി വേവിച്ചേച്ചല്ലേ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. വേവിച്ചത് എപ്പോഴാണ്? വറുത്ത സമയത്ത് അല്ലേ. അപ്പോൾ അതിനകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്ക് പകുതി വെന്തതാണ്. പിന്നെ ഇത് ഒത്തിരി മുഴുത്ത കഷ്ണമൊന്നുമല്ല, ഒരു ഇച്ചിരി മുഴുത്തന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വേവെന്ന് പറയാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനും മാത്രമൊന്നുമില്ല. കാര്യം
ഇനി ചെയ്യേണ്ട എന്നാണെന്നറിയാവോ, ഇത് ഇച്ചിരി വെന്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ എന്താ പറയുക ഗ്രേവി എല്ലാം നല്ല മൊരിയുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാദ് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചൂട് ചോറും ഉപ്പും മുളകും പൊട്ടിച്ച് തിന്നുന്നേ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനവും വേണ്ട, നല്ല ചൂട് ചോറും ഇച്ചിരി മോറുണ്ടേല സന്തോഷം. അതും ഇതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നുമില്ല, ചൂട് ചപ്പാത്തി ആണെങ്കിലും ഏറ്റവും നല്ല.